ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ വൈസ് പാണക്കാട്. സോ എങ്ങനെയുണ്ട് മാർക്കറ്റ്? എഗെയിൻ ആൻഡ് എഗെയിൻ ബോറിംഗ് മാർക്കറ്റുകൾ തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. മാർക്കറ്റിൻ്റെ ആ ഒരു പഴയ ആ ഒരു മജ അങ്ങോട്ട് പോയില്ലേ? പഴയ ആ ഒരു ഗുമ്മും ആ ഒരു സ്റ്റൈലും ട്രേഡ് ചെയ്യാനുള്ള എന്തൂസിയാസവും ഒക്കെ അങ്ങോട്ട് പോയി എന്നുള്ളതാണ് റിയാലിറ്റി. വോളറ്റാലിറ്റി ആർ ഗെറ്റിംഗ് വീക്ക് എന്ന് പറയുന്നത് പോലെ ഒരു സുഖമില്ലായ്മയുണ്ട് മാർക്കറ്റിൽ. നല്ലൊരു മൂവുകളൊന്നും കിട്ടുന്നില്ല. ആൻഡ് പ്രോപ്പറായിട്ടൊരു ട്രേഡ് വരുന്നില്ല. വരുന്ന ട്രേഡുകൾ തന്നെ ഒരു സുഖമില്ലാത്ത ട്രേഡുകൾ, ഒരു ഡയറക്ഷണൽ മൂവ് കിട്ടുന്നില്ല. ഇങ്ങനെ എന്തൊക്കെയോ സംതിങ് ഒരു സുഖമില്ലായ്മ ഉണ്ടല്ലേ മാർക്കറ്റിൽ. ആൻഡ് എനിക്ക് തോന്നുന്നു ആ സുഖമില്ലായ്മ അടുത്ത ദിവസങ്ങളിൽ മാറാനായിട്ടുള്ള സാധ്യതയുണ്ട് തോന്നുന്നു. കാരണം നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിലും ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്റ്റക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഈ റേഞ്ചുകൾ ഉണ്ടായി കഴിഞ്ഞാൽ, മാർക്കറ്റിൽ ബ്രേക്ക്ഔട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഷാർപ്പായിട്ടുള്ള ട്രേഡുകൾ കിട്ടാനുള്ള സാധ്യത അവിടെയുണ്ട്. സോ നമുക്ക് കിട്ടുന്ന ട്രേഡുകൾ ആ ഒരു റേഞ്ച് ബ്രേക്ക്ഔട്ടിലേക്ക് ആണെന്നുണ്ടെങ്കിൽ ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള ട്രേഡുകൾ നമുക്ക് വരാനുള്ള ചാൻസ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. സോ നമുക്ക് വെയിറ്റ് ചെയ്യാം. എത്ര ദിവസം അത് ഒരു റേഞ്ചിൽ കിടക്കുന്നോ നമുക്ക് അത്രത്തോളം നല്ലതാണെന്നുള്ളതാണ് റിയാലിറ്റി. ഫോർ ഓപ്ഷൻ ബയ്യർ അത് തന്നെയാണ് നല്ലത്. ആൻഡ് ഫോർ ഓപ്ഷൻ ബയ്യർ എന്ന് പറയുമ്പം ഓപ്ഷൻ സെല്ലിങ്ങിൻ്റെ കാര്യം കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഓപ്ഷൻ സെല്ലിങ്ങിനെ നമ്മൾ സീരിയസ് ആയി കണ്ടു തുടങ്ങേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു. ഞാനത് നമ്മളുടെ ഈ ഒരു എക്സ്പയറി ഒക്കെ ഒഴിവാക്കുന്ന ആ ഒരു ഇൻട്രോയിൽ വന്ന ആ സമയത്തുള്ള വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെല്ലിങ്ങിലേക്ക് എന്തുകൊണ്ട് നോക്കാം എന്നുള്ള കാര്യം. ആൻഡ് അതുപോലെ തന്നെ ഞാൻ സീരിയസ് ആയിട്ട് സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുന്ന കാര്യം സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് നിങ്ങൾ ആരെങ്കിലും സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുന്ന ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഡു കമൻറ്റ് ബിലോ. നിങ്ങൾക്ക് സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ചെയ്യാൻ പാടില്ല. ബട്ട് എന്നിരുന്നാലും ഞാൻ എടുക്കുന്ന സ്റ്റോക്കുകൾ ഞാൻ ട്രൈ ചെയ്യാം. ലൈക്ക് ഞാനിത് സീരിയസ് ആയിട്ട് ചെയ്യുന്ന കാര്യം ആലോചിക്കുന്നുണ്ട് എന്നുള്ളതാണ് റിയാലിറ്റി. സീരിയസ് ആയിട്ട് സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുന്ന, ഇൻട്രാഡേ ട്രേഡ് ചെയ്യുന്ന കാര്യം ആലോചിക്കുന്നുണ്ട്. നമുക്കൊരു വലിയ ക്വാണ്ടിറ്റിയിൽ എടുത്താൽ മതി. വലിയ ക്വാണ്ടിറ്റിയിൽ എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ക്ലീൻ ആയിട്ട് നമുക്ക് അവിടെ ലിവറേജും കിട്ടുന്നുണ്ട്. ആൻഡ് ഇത്ര ഭയങ്കര ചടപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് തന്നെ വി ക്യാൻ മേക്ക് അറൗണ്ട് 10,000 to 15,000 എന്തായാലും ഉണ്ടാക്കാൻ പറ്റുന്നത്. അത്യാവശ്യം മോശമില്ലാത്തൊരു ക്വാണ്ടിറ്റിയിലൊക്കെ ട്രേഡ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെച്ചാൽ ഒരു 2 lakh ക്യാപിറ്റലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സോ ഞാനത് സീരിയസ് ആയിട്ട് ആലോചിക്കുന്നുണ്ടെന്നുള്ളതാണ്. സോ എന്തായാലും നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ എങ്ങനെയാണ്. ഇതേപോലെ തന്നെ മടുപ്പാണ് മാർക്കറ്റ് എന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യേണ്ടി വരും. കാരണം ഇപ്പം എൻ്റെ ട്രേഡ് ഉണ്ടായിരുന്നു ഗോൾഡിലായിരുന്നു. അത് അപ്ഡേറ്റ് ചെയ്യാൻ പോലും സമയം കിട്ടിയില്ല. ടപ്പേന്നും പറഞ്ഞ് പോയി പരിപാടികളൊക്കെ തീർന്നു എന്നുള്ളതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ യൂഷ്വലി ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതായിരുന്നു ഗോൾഡിൻ്റെ അപ്ഡേഷൻ ഉടനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. അത് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. ബട്ട് ആ ഒരു ട്രേഡ് പടപടാതെ പറഞ്ഞ് പോവുകയും ചെയ്തു. അപ്പോൾ ഇനി എന്തായാലും അടുത്ത ട്രേഡുകൾ വരുമ്പോൾ നമുക്ക് എന്തായാലും നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. ആൻഡ് ബാക്കിയുള്ള സമയത്ത് നമ്മളിവിടെ ഇരിക്കുന്നുണ്ട്. സോ നമ്മൾ ടൈം വെറുതെ ഇരുന്നിട്ട് തീർക്കുന്നതിലും നല്ലത് സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യാം. ഞാൻ അങ്ങനെ ഒരു ഹാർഡ് കോർ സ്റ്റോക്ക് ട്രേഡർ അല്ല. ക്ലാസ് എടുക്കുമ്പോഴോ മറ്റൊക്കെ ആയിട്ട് സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യാറുണ്ട് എന്നല്ലാതെ ഞാൻ അത്ര ഭയങ്കര സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളായിരുന്നില്ല. ആൻഡ് നിഫ്റ്റി ബാങ്ക് മാത്രമായിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ബട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നു നിഫ്റ്റിയിൽ ഞാൻ ബാക്ക് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവിടെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്രോഫിറ്റ് നമുക്ക് ഇതിനകത്തും ഉണ്ടാക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ നല്ല രീതിക്ക് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളി തന്നെയാണ് സ്റ്റോക്കിൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ. നമുക്ക് എന്തായാലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊന്ന് പ്ലാൻ ചെയ്യാം, ഒന്ന് ഡിസ്കസ് ചെയ്യാമെന്നുള്ളതാണ്. നമുക്കൊരു വീഡിയോ കാര്യങ്ങളൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. സ്റ്റോക്ക് എങ്ങനെ സെലക്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താം. സോ നമുക്ക് നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ റേഞ്ചിനോട് തന്നെയാണ് മാർക്കറ്റ് ഉള്ളത്. ആൻഡ് ചെറിയ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിഫ്റ്റിയിൽ ഇന്നത്തെ കേസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 60-70 പോയിന്റ് റേഞ്ചൊക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ആ 300 പോയിന്റ്സിൻ്റെ റേഞ്ച് തന്നെയാണ് സ്റ്റിൽ ഇന്നും കീപ്പ് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് ചാർട്ടിലേക്ക് പോകാം. എങ്ങനെയായിരിക്കണം നമ്മളുടെ നാളത്തെ എക്സ്പയറി പ്രിപ്പറേഷൻസ് എങ്ങനെയായിരിക്കണം ഉണ്ടാവേണ്ടത്, എന്തൊക്കെയായിരിക്കണം നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് പോകാം നമുക്ക്. നിഫ്റ്റിയുടെ ചാർട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇന്നത്തെ മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണല്ലേ, ഒരു പരശോകം അവസ്ഥ. ആൻഡ് ഇന്നലെ നമ്മൾ ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽസ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലായിരുന്നു. ഇന്നലത്തെ ഡിസ്കഷൻ ലെവലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ഒരു ലെവലായിരുന്നു. ആൻഡ് ഈ ഒരു ലെവലിൻ്റെ മുകളിൽ ചെറിയൊരു ട്രേഡ് വന്നിട്ടുണ്ട്. ടാർഗറ്റിലേക്കോ കാര്യങ്ങളിലേക്കോ ഒന്നും എത്തിയിട്ടില്ല. പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, ഓവർ അഗ്രസീവായിട്ട് ട്രേഡിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളത്. ആൻഡ് ഇന്ന് ലോവർ ലെവലിൽ നമ്മൾ പറഞ്ഞിരുന്നത്, ഇന്ന് ലൈവ് മാർക്കറ്റിൽ പറഞ്ഞിരുന്നത്
615 615 താഴെ പ്രോപ്പറായിട്ട് ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടിയിട്ടില്ല. ഇതിൻ്റെ താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ പ്രൈസ് വന്നിട്ടില്ല. ഇതൊരു വിക്രിയേഷനുള്ള ക്യാൻഡിലായിരുന്നു. അതിന് ഇവിടുന്ന് ചെറിയൊരു മൂവ് വന്നിട്ടുണ്ട്. അപ്പോൾ സൈഡിൽ നമ്മൾ പറഞ്ഞത് 650 ആയിരുന്നു. 650 എന്നുള്ള ലെവൽ ഏകദേശം ഇവിടേക്കാണ് വരുന്നത്. അതിന് ഇവിടുന്ന് ചെറിയൊരു മൂവ് കിട്ടിയതേ ഉള്ളൂ, വേറെ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. ആൻഡ് നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ തന്നെയാണ് അവസ്ഥ. ആൻഡ് ഇനി ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ ഇവിടെ ഒരു പ്രോപ്പർ കൺസോൾട്ടേഷൻ ഇവിടെ നടക്കുന്നുണ്ട് അല്ലേ, ഒരു നല്ല ഒരു കൺസോൾട്ടേഷൻ ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇവിടെ നമുക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓവർ ഒരു ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ ആണ്. ഈ ഫ്ലാഗ് ആൻഡ് പൂൾ പാറ്റേൺ മിഡിന് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ സ്റ്റിൽ ഇതൊരു ബുള്ളിഷ് സെന്റിമെന്റിൽ തന്നെയാണ് നിൽക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ ഒരു പോയിന്റ് നല്ല സെൽ ഓഫും വരുന്നുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു വീക്കിൽ സ്റ്റാർട്ട് ചെയ്ത സെയിം കേസിലേക്ക് തിരിച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ 24,500 എന്നുള്ള ലെവലും ആൻഡ് അതുപോലെ തന്നെ 24,700 എന്നുള്ള ലെവലും ഒരു സെല്ലേഴ്സിന്റെ പോയിന്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന പോയിന്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ച് പ്രോപ്പർ ഒരു സൈഡ് വേസ് റേഞ്ച് ആവാൻ സാധ്യതയുണ്ട്. നാളത്തെ എക്സ്പയറി നമുക്ക് സ്റ്റിൽ വട്ടത്തിലും നീളത്തിലൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായില്ലേ? സോ ഈ ഒരു രണ്ട് റേഞ്ചിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ടതുണ്ട്. ഇതിനകത്ത് ബെസ്റ്റ് ട്രേഡുകൾ നമുക്ക് വരണം എന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഔട്ട് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ മേജർ ബ്രേക്ക് ഔട്ട് സംഭവിക്കാൻ പോകുന്നത് 24,500 ആൻഡ് അതുപോലെ തന്നെ 24,700 മുകളിലോ താഴെ ആയിരിക്കും ഉണ്ടാവുക. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ 50 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്നിവിടെ ഒരു റേഞ്ച് ഭയങ്കരമായിട്ട് ഇവിടെ നിന്ന് ഷ്രിങ്ക് ആയിട്ടുണ്ട്. സോ ആ ഒരു ലെവൽ എന്ന് പറയുന്നത് 24,600 എന്നുള്ള പോയിന്റ് തന്നെ നമുക്ക് വാച്ച് ചെയ്യാം. 24,600 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. എന്തുകൊണ്ട് 24,600 എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീവിയസ്ലി ഉണ്ടായിരുന്ന ബേസുകളായിട്ട് ആക്ട് ചെയ്തിട്ടുള്ള പോയിന്റ് ആയിരുന്നു. ഇന്നലെ ഓഫ് കോഴ്സ് താഴത്തേക്കൊന്ന് വരാൻ നോക്കിയിട്ടുണ്ട്, ബട്ട് അഗെയിൻ മാർക്കറ്റ് റീഗെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് 24,600 എന്നുള്ള ലെവലിൽ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടതുണ്ട്. 24,600 താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് 520 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് 500നെയും കൂടി താഴത്തേക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു ബ്രേക്ക് ഔട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. സോ ആ ഒരു ലെവലിനെ നമുക്കൊന്ന് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാം. ആൻഡ് ഓൺ ദ അപ്പോസ് സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഓഫ് കോഴ്സ് 24,700 എന്നുള്ള ലെവലിനെയാണ്. സോ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ ഓപ്ഷൻ ബയർ ആയിട്ട് തൊടാണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. ആൻഡ് ബ്രേക്ക് ഔട്ടുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ട്രേഡ് ചെയ്ത് കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഇതിനെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 750 എന്നുള്ള ലെവലിനെ ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് ഫെർദർ മൂവ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നുള്ള മൂവുകൾ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. എഗെയിൻ ഇവിടെ നിന്ന് താഴത്തേക്കാണ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവൽ ഇത് മേജർ ബ്രേക്ക് ഡൗൺ ലെവൽ 24,500 എന്നുള്ള ലെവലാണ്. സോ ഈ രണ്ട് ലെവലിനെ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാൻ പറ്റും. ആൻഡ് അഗെയിൻ നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും സെയിം സ്റ്റോറിയാണ്. 50 മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഇവിടെയും ഒരു ഫ്ലാഗ് ആൻഡ് പോൾ പാറ്റേൺ തന്നെ ഉണ്ടാക്കുന്നത്. സോ ഫ്ലാഗ് ആൻഡ് പോൾ ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ്റെ റെസിസ്റ്റൻസ് കൂടി വരുന്നുണ്ട്. ബട്ട് ട്രെൻഡ് ലൈൻ്റെ റെസിസ്റ്റൻസിൽ എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രെൻഡ് ലൈൻ്റെ റെസിസ്റ്റൻസിൽ ഓവർ അഗ്രസീവായിട്ട് ചാടി കയറാണ്ടിരിക്കുക. ട്രെൻഡ് ലൈൻ്റെ റെസിസ്റ്റൻസുകൾ മിക്കവാറും സമയങ്ങളിലൊക്കെ ഒരു ഫേക്ക് ഔട്ടും കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട്. സോ ഓവർ അഗ്രസീവായിട്ട് അതിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ ട്രേഡ് വരണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമുക്ക് ഈ ഒരു ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാം. 53,600 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. ഓൺ ദ ലോവർ സൈഡ് നമുക്ക് 53,300 എന്നുള്ള ഈ ഒരു ലെവലിലേയും വാച്ച് ചെയ്യാം. ഈ ഒരു രണ്ട് റേഞ്ചിൻ്റെ താഴെ മുകളിലായിട്ടായിരിക്കും നമുക്ക് ട്രേഡ് കിട്ടാൻ പോകുന്നത്. നിഫ്റ്റി ബ്രേക്ക് ഔട്ട് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇവനും ബ്രേക്ക് ഔട്ട് കാണിക്കാനുള്ള സാധ്യതയുണ്ട്, നല്ല ട്രേഡുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 300 താഴെ 150 ആൻഡ് അതിനുശേഷം 53,000 എന്നുള്ള ലെവലിനെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ ലോവർ സൈഡിൽ നോക്കുകയാണെന്ന് അപ്പർ സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 600 മുകളിൽ ഓഫ് കോഴ്സ് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് 750 എന്ന് പറഞ്ഞ ഈ ഒരു പോയിന്റാണ്. 750ക്ക് മുകളിലായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു ഏകദേശം 53,900 എന്നുള്ള ആ ഒരു റേഞ്ചിലാണ്. സോ ഫെർദർ ബ്രേക്ക് ഔട്ടുകളും കാരണം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു റേഞ്ചിനെയും കൂടി ബ്രേക്ക് ഔട്ട് ചെയ്യേണ്ടതുണ്ട്. 54,000 എന്നുള്ള ലെവലിനെയും കൂടി ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ള മൂവ് നമുക്ക് പുതിയ കാണാൻ പറ്റും. പുതിയ ഓൾ ടൈം ഹൈയും നമുക്കിവിടെ കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ ആൻഡ് ഇനി അടുത്ത എക്സ്പയർ ഇൻസ്ട്രുമെൻ്റ് അല്ല ഫിൻനിഫ്റ്റിയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ ആ ഒരു റേഞ്ചിനുള്ളിൽ സ്റ്റക്ക് ആയിട്ടുള്ളത്. എഗെയിൻ ഈ ഒരു റേഞ്ചിനെ തന്നെ വാച്ച് ചെയ്യുക. 24,690 ഓൺ ദ അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് 24,850 എന്നുള്ളതാണ്. കൂട്ടത്തിൽ ഈ ഒരു ട്രെൻഡ് ലൈനും കൂടി വാച്ച് ചെയ്യുക. ആൻഡ് അഗെയിൻ നിഫ്റ്റി മിഡ് ക്യാപ്പിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലിൻ്റെ മുകളിലേക്കാണ് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് അഗെയിൻ നമുക്ക് ഇവിടെ വാച്ച് ചെയ്യാൻ പറ്റുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ലെവലാണ്. 13100 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. ആ ഒരു ലെവലിൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ അഗെയിൻ ചെറിയൊരു വീക്ക്നസ് അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. 13100 എന്ന് തന്നെ നമുക്ക് വാച്ച് ചെയ്യാം. ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രം ഒരു നല്ല സെല്ലിങ് പ്രതീക്ഷിക്കുക എന്നുള്ളതാണ്.
ആൻഡ് അഗെയിൻ എച്ച് ഡി എഫ് സിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ലെവൽ തന്നെയാണ് 1860 എന്നുള്ള ലെവൽ തന്നെയാണ്. 1860 നമുക്ക് വാച്ച് ചെയ്യാം. 1860 താഴെ വന്നു കഴിഞ്ഞാൽ ലൈക്ക് ഇന്നലെ ഇവിടുന്ന് റിവേഴ്സ് ആയിട്ടുണ്ട്. അഗെയിൻ ഇന്നും മാർക്കറ്റ് ഇതിനൊരു ബേസ് ആയിട്ട് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സോ ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ 1850 എന്നുള്ള ലെവലിൽ നമുക്ക് ഈസി ആയിട്ട് ചാർട്ടിൽ കാണാൻ പറ്റും. ICICI ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാച്ച് ചെയ്യേണ്ട ലെവൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗെയിൻ 1320 എന്നുള്ളതാണ്, അതുപോലെ തന്നെ 1330 എന്നുള്ളതാണ്. ഈ രണ്ട് ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. കൊട്ടക് മഹീന്ദ്ര ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 1785 എന്നുള്ള ലെവലിൽ തന്നെ നമുക്ക് വാച്ച് ചെയ്യാം. ആക്സിസ് ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവൽസിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. സോ ആസ് ഓഫ് നോ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1152 അല്ലെങ്കിൽ 53 എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക. ഈ ഒരു ലെവലിൻ്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഒരു ബൈയിങ്ങിനെ കുറിച്ച് അഗ്രസീവായിട്ട് പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ താഴെയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ബയാസ് തന്നെ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട്. ആൻഡ് 1955 എന്നുള്ള ലെവലിൽ നമുക്ക് ഇൻഫീൽ വാച്ച് ചെയ്യാം. ആ ഒരു ലെവലിൻ്റെ താഴെ വന്നാൽ മാത്രമേ ഒരു വീക്ക്നെസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. എഗെയിൻ TCSനെ ഞാൻ ഈ ഒരു ലെവലിൻ്റെ താഴത്തേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ എഗെയിൻ ഇന്നലത്തെ അതേ ഒരു ബേസ് തന്നെ ഇന്നും മാർക്കറ്റ് ആക്ഷൻ എടുത്തിട്ടുണ്ട്. സോ ആസ് ഓഫ് നോ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ 4410 എന്നുള്ള ലെവലാണ്. ആൻഡ് അതിൻ്റെ താഴത്തേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ആക്ഷൻ ഉണ്ടാകാൻ പോകുന്നത് പിന്നെ 90 എന്നുള്ള ലെവലൊക്കെ ആയിരിക്കും. സോ ആ ഒരു ലെവലിലേക്ക് നമുക്കൊന്ന് വാച്ച് ചെയ്യേണ്ടതുണ്ട്. എഗെയിൻ റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെവലിനെ എഗെയിൻ നമുക്ക് താഴത്തേക്കും ഷിഫ്റ്റ് ചെയ്യാൻ ലാസ്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് പോയിന്റുകൾ എന്ന് പറയുന്നത് ഇതാണ് 1288 എന്നുള്ളതാണ്. ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്കെങ്കിലും പോയാൽ മാത്രമേ മിനിമം നമുക്കൊരു ബൈയിങ്ങിലേക്ക് ചെറിയൊരു പൊട്ടൻഷ്യൽ ഉണ്ട് എന്നെങ്കിലും കാണാൻ പറ്റുള്ളൂ. അതുവരെയുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ട് മാത്രം നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. സോ അനാലിസും കാരണം നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്റെ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശവും നിർബന്ധമായിട്ട് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കാണാം. ബൈ.